ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഉള്ളിൽ തീരുമാനങ്ങൾ എടുക്കുന്ന വളരെ പവർഫുള്ളായ പക്ഷേ അധികം ആരും ശ്രദ്ധിക്കാത്തൊരു സിസ്റ്റമുണ്ട്. അതാണ് ക്യാബിനറ്റ് കമ്മിറ്റികൾ. ഗവൺമെന്റിന്റെ ഈ അൺസീൻ എഞ്ചിൻ അഥവാ അദൃശ്യ എഞ്ചിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഈ ഒരു വിഷയത്തിന്റെ ആ ഒരു സ്കെയിലിൽ നിന്ന് തന്നെ തുടങ്ങാം. ഏകദേശം 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തിന്റെ ഭരണം, സാമ്പത്തികം, സുരക്ഷ, വിദേശകാര്യം, ആരോഗ്യം, അങ്ങനെ വിഷയങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട്. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? രാജ്യത്തെ ഏറ്റവും ഉയർന്ന തീരുമാനങ്ങൾ എടുക്കുന്ന യൂണിയൻ ക്യാബിനറ്റിന്, അതായത് പ്രധാനമന്ത്രിയും മറ്റു പ്രധാനമന്ത്രിമാരുമൊക്കെ അടങ്ങുന്ന ആ ഒരു സമിതിക്ക് ഇത്രയധികം കാര്യങ്ങൾ എങ്ങനെ വിശദമായി ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്താൻ പറ്റും? ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു വലിയ ഗവർണൻസ് പസിലാണ്. ഓരോ വിഷയത്തിനും വേണ്ടത്ര ശ്രദ്ധയും സമയവും കൊടുക്കണം. അതേസമയം തീരുമാനങ്ങൾ വളരെ വേഗത്തിലെടുക്കുകയും വേണം. ഈ സങ്കീർണമായൊരു സമവാക്യത്തിന് ഒരു ഉത്തരം വേണമല്ലോ. അപ്പോ ആ വലിയ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്: ക്യാബിനറ്റ് കമ്മിറ്റികൾ. സിംപിളായി പറഞ്ഞാൽ, പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കുറച്ച് മന്ത്രിമാർ ചേർന്നുള്ള ചെറിയ ടീമുകളാണിവ. ഓരോ ടീമും ഓരോ പ്രത്യേക വിഷയത്തിൽ, ഉദാഹരണത്തിന് സാമ്പത്തിക കാര്യങ്ങളിലോ അല്ലെങ്കിൽ രാജ്യസുരക്ഷയിലോ ഫോക്കസ് ചെയ്യുന്നു. എന്നിട്ട് ആ വിഷയങ്ങൾ ആഴത്തിൽ പഠിച്ച് ക്യാബിനറ്റിനു വേണ്ടി തീരുമാനങ്ങളെടുക്കുന്നു. ഇനി നമുക്ക് ഈ കമ്മിറ്റികളുടെ ലീഗൽ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതാണിതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ എന്താണ് ഈ കൗതുകം എന്നല്ലേ? ഇത്രയും പവർഫുള്ളായ ഈ കമ്മിറ്റികളെപ്പറ്റി നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരിടത്തും പറയുന്നില്ല. അതുകൊണ്ടാണ് ഇവയെ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് വിളിക്കുന്നത്. ഇവയുടെ അധികാരം വരുന്നത് ഗവൺമെന്റ് എങ്ങനെ പ്രവർത്തിക്കണം എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ ഓഫ് ബിസിനസ് റൂൾസ് എന്നൊരു നിയമാവലിയിൽ നിന്നാണ്. ഈ റൂൾസാണ് പ്രധാനമന്ത്രിക്ക് ഇത്തരം കമ്മിറ്റികൾ ഉണ്ടാക്കാൻ അധികാരം കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയ ഇത് പെട്ടെന്ന് ഒരു ദിവസം പൊട്ടിമുളച്ചൊന്നല്ല. ഇതിന് പിന്നിൽ കാര്യക്ഷമതയുടെ ഒരു വലിയ ചരിത്രം തന്നെയുണ്ട്. നമുക്ക് അതൊന്ന് നോക്കിയാലോ? ഇതിന്റെ വേരുകളങ്ങ് ബ്രിട്ടീഷ് ഭരണകാലം വരെ പോകും. 1861 പോർട്ട്ഫോളിയോ സിസ്റ്റമായിരുന്നു ഇതിന്റെ ഒരു ആദ്യത്തെ രൂപം. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റും ഓരോ മെമ്പർ നോക്കുന്ന രീതി. പിന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നമ്മുടെ ഭരണപരമായ ആവശ്യങ്ങൾ ഒരുപാട് കൂടി. അപ്പോൾ സ്വാഭാവികമായും മന്ത്രിമാർക്കിടയിലുള്ള കോർഡിനേഷൻ വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറി. അങ്ങനെ ഇന്നത്തെ ഇന്ത്യയിൽ പ്രധാനമന്ത്രിയുടെ കീഴിൽ വർക്ക് ലോഡ് കുറയ്ക്കാനും ഭരണം സ്പീഡാക്കാനുമുള്ള ഒരു പ്രധാന ടൂളായി ക്യാബിനറ്റ് കമ്മിറ്റികൾ മാറി. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കമ്മിറ്റികൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആകുന്നത്? ഇതിന് പിന്നിലുള്ള ലോജിക്ക് എന്താണ്? ഇതിന്റെ ആവശ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, ക്യാബിനറ്റിന്റെ ഭയങ്കരമായ വർക്ക് ലോഡ് കുറയ്ക്കുക എന്നതാണ്. എല്ലാ വിഷയങ്ങളും ഒരു 30-40 മന്ത്രിമാർ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുന്നതിന് പകരം ഒരു 5-8 പേരുള്ള ചെറിയ ഗ്രൂപ്പിന് ഒരു വിഷയം ആഴത്തിൽ പഠിക്കാൻ പറ്റും. ഇത് സ്വാഭാവികമായും തീരുമാനങ്ങൾ വളരെ വേഗത്തിലാക്കാൻ സഹായിക്കും. ഉദാഹരണത്തിന്, ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽ വരുമ്പോൾ അത് സാമ്പത്തികകാര്യ ക്യാബിനറ്റ് കമ്മിറ്റിക്ക് പെട്ടെന്ന് പരിശോധിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കും. അതുമാത്രമല്ല, പല മിനിസ്ട്രികൾ തമ്മിലുള്ള കോർഡിനേഷൻ ഉറപ്പാക്കാനും ഇത് സഹായിക്കുന്നു. രാംസം യൂറിന്റെ വളരെ ഫേമസായ ഒരു വാചകമുണ്ട്: ഒരു രാജ്യമാകുന്ന കപ്പലിന്റെ സ്റ്റിയറിംഗ് വീലാണ് ക്യാബിനറ്റ്. ഈയൊരു ഉപമ വെച്ച് നമുക്ക് ഈ കമ്മിറ്റികളുടെ റോൾ എന്താണെന്ന് മനസ്സിലാക്കാം. സ്റ്റിയറിംഗ് വീൽ ക്യാബിനറ്റ് ആണെങ്കിൽ അതിനെ കൃത്യമായി തിരിക്കാൻ സഹായിക്കുന്ന ഗിയറുകളാണ് ഈ കമ്മിറ്റികൾ. ഇത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലെ ചില അടിസ്ഥാന തത്വങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. 1. ഡിവിഷൻ ഓഫ് ലേബർ, അതായത് ജോലി വിഭജിക്കുന്നു. 2. എഫക്റ്റീവായിട്ടുള്ള അധികാര കൈമാറ്റം. അതോടൊപ്പം തന്നെ ക്യാബിനറ്റിന്റെ ആ ഒരു കൂട്ടായ ഉത്തരവാദിത്വം നിലനിർത്താനും ഇത് സഹായിക്കുന്നു. കാരണം ഒരു കമ്മിറ്റി എടുക്കുന്ന തീരുമാനം അത് മുഴുവൻ ക്യാബിനറ്റിന്റെയും തീരുമാനമായാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ചരിത്രവും അതിൻ്റെ തിയറിയുമൊക്കെ കണ്ടു. ഇനി ഇന്നത്തെ കാലത്ത് മോഡേൺ ടൈംസിൽ ഇതിന്റെ റെലവൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര കോംപ്ലക്സ് ആണ്. അതുകൊണ്ട് തന്നെ സുരക്ഷ, എക്കണോമി, വലിയ ഇൻവെസ്റ്റ്മെന്റ്സ്, പ്രധാനപ്പെട്ട നിയമനങ്ങൾ, ഇങ്ങനെയുള്ള ക്രിട്ടിക്കൽ വിഷയങ്ങളിലൊക്കെ വളരെ പെട്ടെന്നും എന്നാൽ ആഴത്തിലും ചിന്തിച്ച് തീരുമാനങ്ങളെടുക്കാൻ ഈ കമ്മിറ്റികളില്ലാതെ പറ്റില്ല. അപ്പോൾ ഗവൺമെന്റിലൊരു തീരുമാനമെടുക്കുന്നതിന്റെ ആ ഒരു ഫ്ലോ എങ്ങനെയാണെന്ന് വെച്ചാൽ, യൂണിയൻ ക്യാബിനറ്റ് ഒരു വലിയ പോളിസി ഡയറക്ഷൻ കൊടുക്കും. ക്യാബിനറ്റ് കമ്മിറ്റികൾ അത് ഏറ്റെടുത്ത് ഡീറ്റെയിലായി പഠിച്ച് കൃത്യമായ തീരുമാനങ്ങളെടുക്കും. അതിനുശേഷം ബന്ധപ്പെട്ട മിനിസ്ട്രികൾ ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പെർഫെക്റ്റ് ടീം വർക്കാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊന്ന് ചിന്തിച്ച് ഇതവസാനിപ്പിക്കാം. ഗവൺമെന്റിന്റെ ബ്രെയിൻ അല്ലെങ്കിൽ തലച്ചോറ് എന്ന് പറയുന്നത് ക്യാബിനറ്റ് ആണെങ്കിൽ, ആ തലച്ചോറിലെ ചിന്തകളെയും ഐഡിയകളെയും പ്രവർത്തനമാക്കി മാറ്റുന്ന, കണക്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ന്യൂറൽ പാത്വേസ്, അതാണോ ഈ കമ്മിറ്റികൾ? ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നൊരു ചോദ്യമാണല്ലേ? ഇന്ത്യൻ ഗവൺമെന്റിന്റെ വലിയ തീരുമാനങ്ങൾക്കു പിന്നിൽ പൊതുവെ ആരും ശ്രദ്ധിക്കാത്ത ഒരു പവർ ഹൗസുണ്ട്. അതാണ് ക്യാബിനറ്റ് കമ്മിറ്റികൾ. ഇവയെന്താണ്?
രാജ്യഭരണത്തിൽ ഇത്രയധികം സ്വാധീനം ചെലുത്താൻ ഇവയ്ക്ക് എങ്ങനെ കഴിയുന്നു? നമുക്ക് വിശദമായി തന്നെ നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. രാജ്യത്തിന്റെ സാമ്പത്തികം, സുരക്ഷ, വിദേശകാര്യം അങ്ങനെ എല്ലാറ്റിലും തീരുമാനങ്ങൾ എടുക്കേണ്ടത് യൂണിയൻ ക്യാബിനറ്റാണ്. ഇത്രയും വലിയ ജോലിഭാരം അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഈ വലിയ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ക്യാബിനറ്റ് കമ്മിറ്റികൾ. അതായത് സങ്കീർണമായ ഭരണസംവിധാനത്തെ വളരെ സ്മൂത്തായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു സ്മാർട്ട് സംവിധാനം. ശരി, അപ്പോ ഇവരുടെ അധികാരത്തിന്റെ ഉറവിടം എവിടെ നിന്നാണ്? രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്ന ഒരിടത്തു നിന്നല്ല വരുന്നത്. നമുക്കാദ്യം അതുതന്നെ നോക്കാം. ഇവിടെയാണ് ആദ്യത്തെ ഒരു സർപ്രൈസ്. ക്യാബിനറ്റ് കമ്മിറ്റികൾ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണലാണ്. അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ ഇവയെപ്പറ്റി ഒരിടത്തും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇത് അവയുടെ അധികാരത്തെ ദുർബലമാക്കില്ലേന്ന്? ഇല്ല, അവിടെയാണ് അടുത്ത പോയിന്റ്. ഭരണഘടനയിൽ ഇല്ല എന്നതുകൊണ്ട് മാത്രം ഇത് നിയമവിരുദ്ധമാവുന്നില്ല. പകരം ഗവൺമെന്റിന്റെ പ്രവർത്തന ചട്ടങ്ങൾ, അതായത് എക്സിക്യൂട്ടീവ് റൂൾസ് ആണ് ഇവയ്ക്കും നിയമപരമായ ഒരു അടിത്തറ കൊടുക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ് ഈ പവർഫുൾ കമ്മിറ്റികളിലുണ്ടാവുക? എന്തുകൊണ്ടാണ് ഇവയുടെ ഘടന എപ്പോഴും ഒരുപോലെ അല്ലാത്തത്? നമുക്ക് നോക്കാം. ഇവയുടെ കോമ്പോസിഷൻ അല്ലെങ്കിൽ ഘടന നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാകും. ഇത് വളരെ ചെറുതും ഫോക്കസ്ഡുമാണ്. സാധാരണയായി 3 മുതൽ 8 മന്ത്രിമാർ വരെ. മിക്കവാറും എല്ലാ പ്രധാന കമ്മിറ്റികളുടെയും തലപ്പത്ത് പ്രധാനമന്ത്രി തന്നെയായിരിക്കും. ഈ ഒരു ചെറിയ ഘടനയാണ് പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഇവരെ സഹായിക്കുന്നത്. ഈ കമ്മിറ്റികൾ തന്നെ 2 തരത്തിലുണ്ട്. സ്ഥിരമായി പ്രവർത്തിക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ, അതുപോലെ ഒരു പ്രത്യേക ആവശ്യം വരുമ്പോൾ മാത്രം രൂപീകരിച്ച് ആ ദൗത്യം കഴിഞ്ഞാൽ ഇല്ലാതാകുന്ന അഡ്ഹോക് കമ്മിറ്റികളുമുണ്ട്. ഈ കമ്മിറ്റികളുടെ ഏറ്റവും വലിയ ശക്തിയെന്ന് പറയുന്നത് അവയുടെ ഫ്ലെക്സിബിലിറ്റിയാണ്. രാജ്യത്തിനു മുന്നിൽ പുതിയൊരു വെല്ലുവിളി വരുമ്പോൾ അതിനുവേണ്ടി ഒരു പുതിയ കമ്മിറ്റി രൂപീകരിക്കാൻ പ്രധാനമന്ത്രിക്ക് സാധിക്കും. ഈ ഒരു കഴിവ് സർക്കാരിന്റെ പ്രവർത്തനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നു. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് വരാം. ഈ കമ്മിറ്റികൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? അവരുടെ തീരുമാനങ്ങൾക്ക് എന്ത് വിലയുണ്ട്? ഇവിടെയാണ് ഡെലിഗേറ്റഡ് അതോറിറ്റി എന്ന ആശയം വരുന്നത്. ഇത് സിമ്പിളായി പറഞ്ഞാൽ ഒരു വലിയ കമ്പനിയുടെ സിഇഒ ഓരോ പ്രോജക്റ്റും ഓരോ ടീമിനെ ഏൽപ്പിക്കുന്നതുപോലെയാണ്. മുഴുവൻ ക്യാബിനറ്റും ചെയ്യേണ്ട ചില ജോലികൾ അതിൽ വൈദഗ്ധ്യമുള്ള ചെറിയ കമ്മിറ്റികൾക്ക് കൈമാറുന്നു. ഇത് ജോലിഭാരം കുറയ്ക്കാനും ഓരോ വിഷയവും ആഴത്തിൽ പഠിക്കാനും സഹായിക്കുന്നു. ഈയൊരു ഉദ്ധരണി പറയുന്നതുപോലെ ഇവരുടെ പണി വെറുതെ ഉപദേശം നൽകുക എന്നത് മാത്രമല്ല. അവർ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനോടൊപ്പം വളരെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. ഇതവരെ വെറും സമിതികൾ എന്നതിലുപരി യഥാർത്ഥ അധികാര കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു. അപ്പോ ഈ കമ്മിറ്റികളുടെ തീരുമാനങ്ങൾ അന്തിമമാണോ? ഒരു തരത്തിൽ പറഞ്ഞാൽ അതെ, അവയ്ക്ക് നിയമപരമായ സാധുതയുണ്ട്. എന്നാൽ ഓർക്കുക, ഏറ്റവും ഉയർന്ന അധികാരി എപ്പോഴും പൂർണ്ണ ക്യാബിനറ്റ് തന്നെയാണ്. അതുകൊണ്ട് ആവശ്യമെങ്കിൽ ഈ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കാൻ ക്യാബിനറ്റിന് അധികാരമുണ്ട്. അപ്പോ ഇവയുടെ പ്രധാന ചുമതലകൾ നമുക്കൊന്ന് ചുരുക്കി പറയാം. ഒന്നാമതായി, ക്യാബിനറ്റിന്റെ വലിയ ജോലിഭാരം കുറയ്ക്കുക. രണ്ടാമതായി, ഓരോ നയവും ആഴത്തിൽ പഠിക്കുക. മൂന്നാമതായി, പല മന്ത്രാലയങ്ങൾക്കിടയിൽ ഒരു പാലം പോലെ പ്രവർത്തിച്ച് കാര്യങ്ങൾ ഏകോപിപ്പിക്കുക. പിന്നെ സുരക്ഷ, സാമ്പത്തികം പോലുള്ള വളരെ സെൻസിറ്റീവായ വിഷയങ്ങളിൽ രഹസ്യ സ്വഭാവം, അതായത് കോൺഫിഡൻഷ്യാലിറ്റി ഉറപ്പാക്കുകയും ചെയ്യുക. ശരി, അപ്പൊ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ എല്ലാം കൂടി ചേർത്തുവെച്ചാൽ നമുക്കൊരു പൂർണ്ണ ചിത്രം കിട്ടും. എന്തുകൊണ്ടാണ് ഈ കമ്മിറ്റികൾ ഒരേ സമയം ചെറുതും എന്നാൽ ഇത്രയേറെ ശക്തവുമാകുന്നത്? അപ്പോ ക്യാബിനറ്റ് കമ്മിറ്റികളുടെ കാതൽ ഇതാണ്. 1. ഭരണഘടനയ്ക്ക് പുറത്തുള്ള ഒരു സ്ഥാനം, പക്ഷേ എക്സിക്യൂട്ടീവ് റൂൾസ് നൽകുന്ന ശക്തമായ നിയമപിൻബലം. 2. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാൻ കഴിവുള്ള കോമ്പസിഷൻ. 3. തീരുമാനങ്ങൾ എടുക്കാനുള്ള ഡെലിഗേറ്റഡ് അതോറിറ്റി. ഈ ഘടകങ്ങളാണ് ഇവയെ ഇത്രയധികം ശക്തമാക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ക്യാബിനറ്റ് കമ്മിറ്റികൾ വെറുമൊരു ഭരണപരമായ സൗകര്യം മാത്രമല്ല, അവ ഇന്ത്യൻ ഗവൺമെന്റിന്റെ നയരൂപീകരണത്തിലെ വേഗതയും കാര്യക്ഷമതയും കൃത്യതയും ഉറപ്പാക്കുന്ന ചലനാത്മകമായ ശക്തികേന്ദ്രങ്ങളാണ്. അടുത്ത തവണ ഗവൺമെന്റ് ഒരു വലിയ നയം പ്രഖ്യാപിക്കുന്നത് കേൾക്കുമ്പോൾ ഓർക്കുക, അതിനു പിന്നിൽ ഇതുപോലെയൊരു ചെറിയ പക്ഷെ വളരെ ശക്തമായൊരു കമ്മിറ്റിയുടെ കഠിനാധ്വാനമുണ്ടാകാം. അപ്പോ ആരാണ് ഈ കളത്തിലെ പ്രധാനികൾ? രാജ്യത്തിന്റെ നയങ്ങൾ തീരുമാനിക്കുന്നതിൽ ഏറ്റവും മുഖ്യ പങ്ക് വഹിക്കുന്ന ഈ ക്യാബിനറ്റ് കമ്മിറ്റികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം.
ഇപ്പോൾ നിലവിലുള്ള 7 പ്രധാന കമ്മിറ്റികളാണ് നമ്മൾ ഈ കാണുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം, ഇവയുടെയൊക്കെ ഔദ്യോഗിക പേരുകൾ ഇംഗ്ലീഷിലാണ്. ഒന്നാമതായി ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി, ഇതാണ് രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ അവസാന വാക്ക്. രണ്ടാമത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ്, പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളുടെ എല്ലാം ചുക്കാൻ പിടിക്കുന്നത് ഇവരാണ്. അടുത്തത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ പൊളിറ്റിക്കൽ അഫയേഴ്സ്, ഇതിനെ പലരും ഒരു സൂപ്പർ ക്യാബിനറ്റ് എന്ന് വരെ വിളിക്കാറുണ്ട്, കാരണം ആഭ്യന്തര വിദേശ നയങ്ങളൊക്കെ ഇവരാണ് നോക്കുന്നത്. പിന്നെ അപ്പോയിന്റ്മെന്റ്സ് കമ്മിറ്റി ഓഫ് ദി ക്യാബിനറ്റ്, സർക്കാരിലെ വലിയ വലിയ പോസ്റ്റുകളിലേക്കുള്ള നിയമനങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഈ കമ്മിറ്റിയാണ്. അടുത്തത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ പാർലമെന്ററി അഫയേഴ്സ്, പാർലമെന്റിലെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു. അവസാനത്തെ 2 എണ്ണം ഇന്നത്തെ കാലത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് വന്നതാണ്. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഗ്രോത്ത്, അതുപോലെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എംപ്ലോയ്മെന്റ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ്. ഈ 7 കമ്മിറ്റികളുടെ ഒരു ലിസ്റ്റ് കാണുമ്പോൾ സ്വാഭാവികമായും ഒരു സംശയം തോന്നാം, അല്ലേ? ഇതൊരു വെറും ലിസ്റ്റ് മാത്രമാണോ? അതോ ഇതിന്റെ ഒരു ഘടനയ്ക്ക് പിന്നിൽ വ്യക്തമായ എന്തെങ്കിലും ഒരു ലോജിക് ഒളിഞ്ഞിരിപ്പുണ്ടോ? നമുക്ക് നോക്കാം. തീർച്ചയായും ഒരു ലോജിക്കുണ്ട്. ഈ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളെ നമുക്ക് ശരിക്കും രാജ്യഭരണത്തിന്റെ 4 പ്രധാന തൂണുകളായിട്ട് തിരിക്കാം. അവയാണ് സുരക്ഷ, സമ്പദ്വ്യവസ്ഥ, ഭരണം, പിന്നെ പാർലമെന്ററി മാനേജ്മെന്റ്. ഈ സ്ലൈഡിൽ അത് വളരെ വ്യക്തമായിട്ട് കാണാമല്ലേ? നോക്കൂ, സുരക്ഷ എന്ന തൂണിന് താഴെ വരുന്നത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി. ഇനി സമ്പദ്വ്യവസ്ഥയുടെ കാര്യം നോക്കിയാൽ അതുമായി ബന്ധപ്പെട്ട 3 കമ്മിറ്റികൾ ഒരുമിച്ച് വരുന്നു. ഭരണപരമായ കാര്യങ്ങൾ നോക്കാൻ 2ഉം പിന്നെ പാർലമെന്ററി കാര്യങ്ങൾക്കായി 1ഉം. ഈ ഒരു വർഗീകരണം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ സിസ്റ്റം എത്രത്തോളം ഓർഗനൈസ്ഡ് ആണെന്ന്. ശരി, അപ്പോൾ ആരാണ് ഈ പവർഫുൾ ഗ്രൂപ്പുകളെയൊക്കെ നയിക്കുന്നത്? ഇവിടെയാണ് പ്രധാനമന്ത്രിയുടെ റോൾ വളരെ നിർണായകമായി വരുന്നത്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളെടുക്കുന്ന ഭൂരിഭാഗം ക്യാബിനറ്റ് കമ്മിറ്റികളുടെയും തലപ്പത്ത്, അതായത് ചെയർമാൻ സ്ഥാനത്തിരിക്കുന്നത് പ്രധാനമന്ത്രി തന്നെയാണ്. ഈ ലിസ്റ്റ് ഒന്ന് നോക്കിയേ. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി, ഇക്കണോമിക് അഫയേഴ്സ്, പൊളിറ്റിക്കൽ അഫയേഴ്സ്, അങ്ങനെ തുടങ്ങി രാജ്യത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ 6 കമ്മിറ്റികളുടെയും അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ഇത് ദേശീയ നയങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിനുള്ള ആ ഒരു സെൻട്രൽ റോള് ഉറപ്പിക്കുന്നു. അപ്പോ ഈ ഒരു സംവിധാനം കൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഗുണം? എന്തിനാണ് ഇതിന് ഇത്രയധികം പ്രാധാന്യം? ഇത് നമ്മുടെ രാജ്യത്തിന്റെ മുൻഗണനകളെ എങ്ങനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്? സിമ്പിളായി പറഞ്ഞാൽ ഈ കമ്മിറ്റികൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉറപ്പാക്കുന്നുണ്ട്. ഒന്ന്, ഓരോ പോളിസിയെപ്പറ്റിയും ആഴത്തിൽ ചർച്ച ചെയ്യുന്നു, അതുകൊണ്ട് തിടുക്കത്തിൽ ഒരു തീരുമാനവും എടുക്കുന്നില്ല. 2, ഗവൺമെന്റിന്റെ പല ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ ഒരു നല്ല കോർഡിനേഷൻ ഉണ്ടാക്കുന്നു. പ്രശസ്തമായ ഇന്ത്യൻ പൊളിറ്റി എന്ന പുസ്തകത്തിൽ എം ലക്ഷ്മികാന്ത് പറയുന്നതുപോലെ ഇതിന്റെയൊക്കെ അടിസ്ഥാന ലക്ഷ്യം വളരെ സിമ്പിളാണ്. അവ ക്യാബിനറ്റിന്റെ ഭീമമായ ജോലിഭാരം കുറയ്ക്കുന്നതിനുള്ള ഒരു സംഘടനാപരമായ ഉപാധിയാണ്. ചുരുക്കത്തിൽ കാര്യക്ഷമതയാണ് പ്രധാനം. അപ്പോൾ നമുക്കൊരു അവസാന ചോദ്യത്തോടെ നിർത്താം. ഇന്ന് നിക്ഷേപം, വളർച്ച, തൊഴിൽ, സ്കിൽ ഡെവലപ്മെന്റ്, ഈ വിഷയങ്ങൾക്കെല്ലാം വേണ്ടി പ്രത്യേക കമ്മിറ്റികളുണ്ട്. ഇത് ഇന്നത്തെ ഇന്ത്യയുടെ പ്രയോറിറ്റികളെക്കുറിച്ച് നമ്മളോട് എന്താണ് പറയുന്നത്? തീർച്ചയായും നമ്മളെല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണത്. ഇന്ത്യൻ ഭരണ സംവിധാനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട് ക്യാബിനറ്റ് കമ്മിറ്റികൾക്ക്. പക്ഷേ പലപ്പോഴും അവയെക്കുറിച്ച് അധികം ആരും സംസാരിച്ചു കേൾക്കാറില്ല. അപ്പോ ഗവൺമെന്റിന്റെ ഈയൊരു ഓർഗനൈസേഷണൽ എഞ്ചിന്റെ, ഈ ക്യാബിനറ്റ് കമ്മിറ്റികളുടെ ശക്തമായ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിന്ന് നോക്കാം. ശരി, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന തീരുമാനങ്ങൾ എടുക്കുന്ന ബോഡി യൂണിയൻ ക്യാബിനറ്റ് ആണ്, അല്ലേ? പക്ഷേ ഇത്രയും വലിയൊരു രാജ്യത്തിന്റെ ഭരണം, അതിന്റെ നയങ്ങൾ, നിയമങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ ഒന്നാലോചിച്ചു നോക്കൂ. ഈ ഒരു എനോമസ് വർക്ക് ലോഡ്, ഈ ഭീമമായ ജോലിഭാരം ക്യാബിനറ്റ് ഒറ്റയ്ക്ക് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ക്യാബിനറ്റ് കമ്മിറ്റികൾ. വളരെ സിമ്പിളായി പറഞ്ഞാൽ, ക്യാബിനറ്റിന്റെ ജോലിഭാരം കുറയ്ക്കാൻ വേണ്ടി പ്രധാനമന്ത്രി രൂപീകരിക്കുന്ന ഒരു സംവിധാനമാണിത്. ഇതിന്റെ അടിസ്ഥാനം 2 തത്വങ്ങളാണ്. 1, തൊഴിൽ വിഭജനം, അതായത് ഡിവിഷൻ ഓഫ് ലേബർ. 2, കാര്യക്ഷമമായി അധികാരം കൈമാറുക, അഥവാ എഫക്റ്റീവ് ഡെലിഗേഷൻ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം ക്യാബിനറ്റിന്റെ പ്രധാന വെല്ലുവിളി എന്താണെന്ന് നോക്കും. പിന്നെ ദേശീയ നയങ്ങൾ രൂപീകരിക്കുന്നതിലെ ഇവരുടെ പങ്ക്, സുപ്രധാന തീരുമാനങ്ങൾ എങ്ങനെ എടുക്കുന്നു, ഭരണം എങ്ങനെ സുഗമമാക്കുന്നു, അങ്ങനെ പോയി അവസാനം എന്തുകൊണ്ടാണ് ഈ കമ്മിറ്റികളെ എക്സിക്യൂട്ടീവിന്റെ ഒരു പ്രവർത്തന കേന്ദ്രം എന്ന് വിളിക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കും. നമുക്ക് തുടങ്ങാം. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. എന്താണ് ക്യാബിനറ്റ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി? രാഷ്ട്രം എന്ന വലിയ കപ്പലിനെ മുന്നോട്ട് നയിക്കുക എന്നത് തന്നെ. റാംസെ മ്യൂറിന്റെ വളരെ പ്രശസ്തമായൊരു വാചകമാണിത്. അദ്ദേഹം പറഞ്ഞത്, രാഷ്ട്രമാകുന്ന കപ്പലിന്റെ സ്റ്റിയറിംഗ് വീലാണ് ക്യാബിനറ്റ് എന്നാണ്.
ശരിക്കും ഈ ഒരൊറ്റ ഉപമ മതി ക്യാബിനറ്റിന്റെ റോള് എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാൻ. അതെ, ക്യാബിനറ്റാണ് രാജ്യത്തെ ഏറ്റവും വലിയ എക്സിക്യൂട്ടീവ് അതോറിറ്റി, അതിലൊരു സംശയമില്ല. പക്ഷെ പ്രശ്നം ഇതാണ്, ഒരേ സമയം നയപരമായ കാര്യങ്ങൾ, നിയമപരമായ കാര്യങ്ങൾ, പിന്നെ സാമ്പത്തികമായ കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വരുമ്പോൾ എല്ലാം കൂടി ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുക എന്നത് പ്രായോഗികമായ അസാധ്യമാണ്. അപ്പോ ഈ ഒരു സാഹചര്യത്തിലാണ് ക്യാബിനറ്റ് കമ്മിറ്റികളുടെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു ജോലി വരുന്നത്. അതാണ് ദേശീയ നയരൂപീകരണം. അതായത് ഭരണത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുന്നതുപോലെ. ഈ പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പോളിസി ക്ലിയറൻസ്. എന്താണിത്? ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ നയം ക്യാബിനറ്റിന് മുന്നിൽ എത്തുന്നതിന് മുൻപ് അതിനെ വിശദമായി പരിശോധിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ഒരു ക്ലിയറൻസ് കൊടുക്കുന്ന പരിപാടിയാണിത്. ഒരുതരം ഫിൽറ്റർ അല്ലെങ്കിൽ ഒരു ഗേറ്റ് കീപ്പർ എന്നൊക്കെ പറയാം. അപ്പോ ഈ പ്രോസസ് നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്റ്റെപ്പ് 1, ഏതെങ്കിലും ഒരു മന്ത്രാലയം ഒരു പുതിയ നയത്തിനുള്ള നിർദ്ദേശം തയ്യാറാക്കുന്നു. സ്റ്റെപ്പ് 2, ആ വിഷയവുമായി ബന്ധപ്പെട്ട ക്യാബിനറ്റ് കമ്മിറ്റി അതിനെ ഏറ്റെടുത്ത് ആഴത്തിൽ പരിശോധിക്കുന്നു, എല്ലാ വശങ്ങളും നോക്കും. അതിനുശേഷം സ്റ്റെപ്പ് 3, ഇങ്ങനെ മിനുക്കിയെടുത്ത ആ നിർദ്ദേശം അന്തിമ അംഗീകാരത്തിനായി ഫുൾ ക്യാബിനറ്റിന് മുന്നിലേക്ക് അയക്കുന്നു. ഇതിനർത്ഥം ഈ കമ്മിറ്റികൾ ഒരു ഉപദേശക സമിതിയുടെ റോള് കൂടിയാണ് ചെയ്യുന്നത്. വളരെ സങ്കീർണമായ പ്രശ്നങ്ങളെല്ലാം ഇവർ ആദ്യം തന്നെ ചർച്ച ചെയ്ത് ഒരു പരിഹാരം കണ്ടെത്തുന്നു. എന്നിട്ട് വിശദമായ ഒരു റിപ്പോർട്ട് പോലെ അത് ക്യാബിനറ്റിന് മുന്നിൽ വെക്കുന്നു. ഇത് ക്യാബിനറ്റിന്റെ പണി എത്രത്തോളം എളുപ്പമാക്കുമെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. ശരി, അപ്പോ അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ഉപദേശം നൽകുക എന്നത് മാത്രമല്ല ഇവരുടെ ജോലി. ചില സമയങ്ങളിൽ ഇവർക്ക് നേരിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരവുമുണ്ട്. അതാണ് ഈ ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഇവർ പ്രശ്നങ്ങൾ വിശകലനം ചെയ്ത് നിർദ്ദേശങ്ങൾ വെക്കുക മാത്രമല്ല, ചില കാര്യങ്ങളിൽ ഫൈനൽ ഡിസിഷൻ എടുക്കുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഡെലിഗേറ്റഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. അതായത് ക്യാബിനറ്റ് തങ്ങളുടെ തീരുമാനമെടുക്കാനുള്ള അധികാരം ചില വിഷയങ്ങളിൽ ഈ കമ്മിറ്റികൾക്ക് വിട്ടുനൽകുന്നു. കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഇപ്പോ രാജ്യസുരക്ഷ, പ്രതിരോധം പോലെയുള്ള അതീവ പ്രാധാന്യമുള്ള കാര്യങ്ങൾ, അതിലൊക്കെ തീരുമാനമെടുക്കുന്നത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയാണ്. അതുപോലെ രാജ്യത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളുടെ എല്ലാം ചുക്കാൻ പിടിക്കുന്നത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ ഇക്കണോമിക് അഫയേഴ്സാണ്. കേന്ദ്ര സർക്കാരിലെ വലിയ തസ്തികകളിലേക്കുള്ള നിയമനങ്ങളോ അത് തീരുമാനിക്കുന്നത് അപ്പോയിന്റ്മെന്റ്സ് കമ്മിറ്റിയാണ്. അപ്പോൾ പ്രത്യേകിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഇവരുടെ തീരുമാനങ്ങൾ വളരെ നിർണായകമാണ്. ഓക്കെ, അടുത്തത് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു വലിയ മെഷീൻ പോലെയാണല്ലേ. അപ്പോ അതിന്റെ പ്രവർത്തനം സുഗമമാക്കാൻ 2 കാര്യങ്ങൾ അത്യാവശ്യമാണ്: ഏകോപനവും മേൽനോട്ടവും. ഇതിലാദ്യത്തേത് കോർഡിനേഷൻ, അതായത് ഏകോപനം. പല മന്ത്രാലയങ്ങളുണ്ടാവും. ധനകാര്യം, പ്രതിരോധം, കൃഷി, ഇവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. അപ്പൊ അതൊക്കെ പരിഹരിച്ച് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ജോലിയാണ് ഇത്. രണ്ടാമത്തേത് ഓവർസൈറ്റ് അഥവാ മേൽനോട്ടം. വലിയ സർക്കാർ പദ്ധതികളൊക്കെ തുടങ്ങിവെച്ചാൽ മാത്രം പോരല്ലോ, അത് വിചാരിച്ച പോലെ നടക്കുന്നുണ്ടോയെന്ന് നിരീക്ഷിക്കുകയും വേണം. ഈ 2 കാര്യങ്ങളും ഈ കമ്മിറ്റികളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളാണ്. ശരി, അപ്പം നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ എല്ലാം കൂടി ഒന്ന് ചേർത്ത് വെച്ച് നോക്കാം. ഈ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളെ നമുക്കൊന്ന് സംഗ്രഹിക്കാം. നോക്കൂ, ഈ 4 കാര്യങ്ങൾ: പോളിസി ക്ലിയറൻസ്, ഡെലിഗേറ്റഡ് ഡെസിഷൻ, കോർഡിനേഷൻ, പിന്നെ ഓവർസൈറ്റ്, ഇവ 4ഉം ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ഒരു വണ്ടിയുടെ 4 ടയറുകൾ പോലെ. ഒരെണ്ണമില്ലെങ്കിൽ ഭരണം മുന്നോട്ടു പോകില്ല. ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഭരണയന്ത്രം ശരിക്ക് ചലിക്കുന്നത്. ഇനി നമ്മുടെ അവസാനത്തെ ഭാഗത്തേക്ക് വരാം. എന്തുകൊണ്ടാണ് ഈ ക്യാബിനറ്റ് കമ്മിറ്റികളെ എക്സിക്യൂട്ടീവിന്റെ ഓപ്പറേഷണൽ കോർ, അതായത് പ്രവർത്തനങ്ങളുടെ കേന്ദ്രബിന്ദു എന്ന് വിളിക്കുന്നത്? അതിന്റെ കാരണമെന്താണ്? അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. 1, തൊഴിൽ വിഭജനം കാരണം ജോലിഭാരം കുറയുന്നു. 2, ഏത് വിഷയത്തെക്കുറിച്ചും ആഴത്തിൽ പഠിക്കാൻ സമയം കിട്ടുന്നു. 3, ചെറിയ ഗ്രൂപ്പുകൾക്ക് അധികാരം കൊടുക്കുന്നതുകൊണ്ട് തീരുമാനങ്ങൾ വേഗത്തിലെടുക്കാൻ സാധിക്കുന്നു. 4, മന്ത്രാലയങ്ങളെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ പറ്റുന്നു. ഈ കാര്യങ്ങൾ കൊണ്ടാണ് ക്യാബിനറ്റ് കമ്മിറ്റികൾ ഇത്രയും എഫക്റ്റീവാകുന്നത്. അപ്പോൾ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ക്യാബിനറ്റ് കമ്മിറ്റികൾ എന്ന് പറയുന്നത് വെറുതെ കുറച്ച് ആളുകൾ ചേർന്ന ഒരു സബ് ഗ്രൂപ്പല്ല. അത് എക്സിക്യൂട്ടീവിന്റെ പ്രവർത്തന കേന്ദ്രമാണ്. ഗവൺമെന്റ് എടുക്കുന്ന ഓരോ തീരുമാനവും നന്നായി പഠിച്ചതാണെന്നും എല്ലാരുമായി ആലോചിച്ചതാണെന്നും കൃത്യസമയത്ത് എടുത്തതാണെന്നും ഉറപ്പുവരുത്തുന്ന ശക്തികേന്ദ്രം കൂടിയാണിത്. പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് ചിന്തിക്കാനായി ഒരു ചോദ്യം. ഇങ്ങനെ ഉയർന്ന തലത്തിൽ അധികാരം ചെറിയ ഗ്രൂപ്പുകൾക്ക് വിഭജിച്ച് നൽകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഒരു വശത്ത് ഗവൺമെന്റിന്റെ കാര്യക്ഷമത,
മറുവശത്ത് പാർലമെന്റിനോടുള്ള കൂട്ടുത്തരവാദിത്തം. ഈ രണ്ടും തമ്മിൽ എങ്ങനെയാണ് ഈ സംവിധാനം ഒരു ബാലൻസ് കണ്ടെത്തുന്നത്? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ഈ വിഷയം കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും. ഒരു വലിയ നയമോ പദ്ധതിയോ ഗവൺമെന്റ് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും പല മന്ത്രാലയങ്ങളും തമ്മിൽ തർക്കങ്ങളുണ്ടാവാറുണ്ട്, അല്ലേ? ചിലപ്പോൾ ധനകാര്യ മന്ത്രാലയം പറയും ഇതിന് പണമില്ല, പരിസ്ഥിതി മന്ത്രാലയം പറയും ഇത് പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഇന്ത്യൻ ഗവൺമെന്റ് ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ ടീമുണ്ട്. അതാണ് മന്ത്രിമാരുടെ സമിതി, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ്. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. നമുക്കൊന്ന് ആലോചിച്ചു നോക്കാം. ഒരു പുതിയ എക്സ്പ്രസ് ഹൈവേ നിർമ്മിക്കണം. അതിന് പരിസ്ഥിതി, ഗതാഗതം, ധനകാര്യം, ചിലപ്പോൾ പ്രതിരോധം, ഇങ്ങനെ ഒരുപാട് മന്ത്രാലയങ്ങളുടെ സഹകരണവും അനുമതിയും വേണം. സ്വാഭാവികമായും ഓരോരുത്തർക്കും അവരുടേതായ ആശങ്കകളും അഭിപ്രായങ്ങളും ഉണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് ഇവരെല്ലാവരെയും ഒരുമിപ്പിച്ച് ഒരു തീരുമാനത്തിലെത്തുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് അഥവാ ഗോം. അപ്പോ എന്താണ് ഈ ഗോം? ഏറ്റവും ലളിതമായി പറഞ്ഞാൽ സർക്കാരിന്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ടാസ്ക് ഫോഴ്സാണിത്. ഒരു പ്രത്യേക സങ്കീർണമായ വിഷയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി രൂപീകരിക്കുന്ന ഒരു താൽക്കാലിക സമിതി. ഇവരുടെ പ്രധാന ജോലി ആ വിഷയം ആഴത്തിൽ പഠിച്ച് ഒന്നുകിൽ ക്യാബിനറ്റിന് ശുപാർശകൾ നൽകുക, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ നേരിട്ട് തന്നെ ഒരു തീരുമാനമെടുക്കുക എന്നതാണ്. ശരി, അപ്പോ ഒരു ഗോമ രൂപീകരിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തന രീതി എങ്ങനെയാണ്? ഒരു സങ്കീർണമായ വിഷയത്തെ പഠിച്ച് ഒരു റിപ്പോർട്ടാക്കി മാറ്റുന്ന ആ പ്രക്രിയയുടെ ഓരോ ഘട്ടത്തിലേക്കും നമുക്കൊന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. ഒരു ഗോമിന്റെ പ്രവർത്തനത്തെ നമുക്കൊരു യാത്രയായി കാണാം. അതിന് പ്രധാനമായും 4 ഘട്ടങ്ങളാണുള്ളത്. ആദ്യം അവർ ആ വിഷയത്തെക്കുറിച്ച് വിശദമായി പഠിക്കുന്നു. പിന്നീട് ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളെയും ഒരുമിച്ചിരുത്തി ഒരു പൊതുധാരണയുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇതിനിടയിൽ ആവശ്യമെങ്കിൽ വിഷയത്തിലെ വിദഗ്ധരുമായും സംസാരിക്കും. ഒടുവിൽ ഈ പഠനങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ വ്യക്തമായ ശുപാർശകളോടുകൂടി ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നു. എല്ലാത്തിന്റെയും തുടക്കം ഇവിടെയാണ്, പോളിസി ഡെലിബ്രേഷൻ. ഇതൊരു സാധാരണ ചർച്ചയല്ല കേട്ടോ. ഒരു വിഷയത്തിന്റെ എല്ലാ വശങ്ങളെയും, അതിന്റെ ഗുണങ്ങളെയും ദോഷങ്ങളെയും സാധ്യതകളെയും എല്ലാം കീറിമുറിച്ച് പരിശോധിക്കുന്ന ഘട്ടമാണിത്. എന്തുകൊണ്ട് ഈ പ്രശ്നമുണ്ടായി, ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാവാം തുടങ്ങിയ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തുന്നത് ഇവിടെയാണ്. ഈ ഘട്ടത്തില് വിഷയത്തിലെ പുതിയ വെല്ലുവിളികളും പ്രധാന പ്രശ്നങ്ങളും എന്തൊക്കെയാണെന്ന് കൃത്യമായി തിരിച്ചറിയുന്നു. നിങ്ങളൊന്നോർത്തു നോക്കൂ, രാജ്യത്തെ എല്ലാ വിഷയങ്ങളിലും ഇത്രയും ആഴത്തിൽ പഠിക്കാൻ മുഴുവൻ ക്യാബിനറ്റിനും സമയം കിട്ടണമെന്നില്ല. അപ്പോ ക്യാബിനറ്റിന്റെ ആ വലിയ ജോലിഭാരം കുറയ്ക്കുക എന്നതും ഈ ആഴത്തിലുള്ള വിശകലനത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യമാണ്. പഠനം മാത്രം കഴിഞ്ഞാൽ മതിയോ? പോരാ. അടുത്ത പടി കുറച്ചുകൂടി പ്രധാനപ്പെട്ടതാണ്. അതാണ് കൺസെൻസസ് ബിൽഡിംഗ്. അതായത് പല അഭിപ്രായങ്ങളുള്ളവരെ ചർച്ചകളിലൂടെ ഒരു പൊതുധാരണയിലേക്ക് കൊണ്ടുവരിക. ഇതൊരു ചർച്ച എന്നതിലുപരി ഒരുതരം നയതന്ത്രപരമായ ഒത്തുതീർപ്പ് ശ്രമം കൂടിയാണ്. ഒരു ഉദാഹരണം പറയാം. ഒരു പദ്ധതിക്ക് വേണ്ടി ധനമന്ത്രാലയം പണം നൽകാൻ തയ്യാറല്ല, പക്ഷേ വാണിജ്യ മന്ത്രാലയത്തിന് അത് അത്യാവശ്യവുമാണ്. അപ്പോൾ ഒരു ഗോഎം ഇവരെ ഒരുമിച്ചിരുത്തി 2 കൂട്ടർക്കും സ്വീകാര്യമായ ഒരു ഒത്തുതീർപ്പ് ഫോർമുല കണ്ടെത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ മന്ത്രാലയങ്ങൾക്കിടയിലെ തർക്കങ്ങൾ പരിഹരിച്ച് ഭരണം സുഗമമാക്കാനുള്ള ഒരു മികച്ച വേദിയായി ഇത് മാറുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും വിശകലനങ്ങളും ചർച്ചകളുമൊക്കെ കഴിഞ്ഞു. ഇനി എന്താണിതിന്റെ ഫലം? ഒരു ഗോമിന്റെ പഠനം എങ്ങനെയാണൊരു പ്രായോഗിക തീരുമാനമായി മാറുന്നത്? നമുക്ക് നോക്കാം. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഗോമുകൾ പ്രധാനമായും 2 തരത്തിലുണ്ട്. ഒന്നാമത്തെ തരം ഒരു ഉപദേശകനെ പോലെയാണ്. അവർ വിഷയമെല്ലാം പഠിച്ച് റിപ്പോർട്ടും ശുപാർശകളും ക്യാബിനറ്റിന് സമർപ്പിക്കും. അവസാന തീരുമാനം ക്യാബിനറ്റ് എടുക്കും. എന്നാൽ ചില അടിയന്തര സാഹചര്യങ്ങളിൽ തീരുമാനങ്ങൾ വേഗത്തിലാക്കാൻ എംപവേർഡ് ഗോമുകളെ നിയമിക്കും. ഇവർക്ക് ക്യാബിനറ്റിന്റെ അനുമതിക്ക് കാത്തുനിൽക്കാതെ നേരിട്ട് തീരുമാനമെടുക്കാൻ അധികാരമുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി വലിയൊരു ക്യാൻവാസിൽ ഇതിനെ നോക്കിക്കാണാം. ദൈനംദിന പ്രവർത്തനങ്ങൾക്കപ്പുറം ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ ഗോമുകൾക്കുള്ള തന്ത്രപരമായ പ്രാധാന്യം എന്താണ്? ഗോമുകളുടെ ഏറ്റവും വലിയ ശക്തി അവയുടെ ഫ്ലെക്സിബിലിറ്റിയാണ്. ഇവ സ്ഥിരം സംവിധാനങ്ങളല്ല. ഒരു പ്രശ്നം വരുമ്പോൾ മാത്രം രൂപീകരിക്കുന്ന ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻ ടീം പോലെയാണിത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു 3-8 മന്ത്രിമാർ അതിലുണ്ടാകും. ദൗത്യം പൂർത്തിയായാൽ ആ ടീം ഇല്ലാതാകും. ഇത് സർക്കാരിന് ഓരോ വിഷയത്തെയും അതിന്റെ പ്രാധാന്യമനുസരിച്ച് കൈകാര്യം ചെയ്യാനും വേഗത്തിൽ പ്രതികരിക്കാനും സഹായിക്കുന്നു.
തീർച്ചയായും എല്ലാ സംവിധാനങ്ങൾക്കും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട് അല്ലേ? ഗോം സംവിധാനം എത്രത്തോളം കാര്യക്ഷമമാണ് എന്നതിനെക്കുറിച്ച് ചില വിമർശനങ്ങളുമുണ്ട്. ഒരു പൂർണ്ണമായ ചിത്രം ലഭിക്കാൻ നമുക്ക് അതുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. രണ്ടാം ഭരണപരിഷ്കാര കമ്മീഷൻ ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാന പ്രശ്നം ഇതായിരുന്നു. ചിലപ്പോൾ പ്രശ്നം പരിഹരിക്കാൻ രൂപീകരിക്കുന്ന ഈ ഗോയംകൾ തന്നെ തീരുമാനങ്ങൾ വൈകാൻ കാരണമാകുന്നു. ഒരുപാട് സമിതികളുണ്ടാകുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും. അതുകൊണ്ട് വളരെ അത്യാവശ്യമുള്ള വിഷയങ്ങളിൽ മാത്രം കൃത്യമായ ലക്ഷ്യവും സമയപരിധിയും നൽകി ഗോയംകളെ ഉപയോഗിക്കണമെന്നാണ് കമ്മീഷൻ നിർദ്ദേശിച്ചത്. ചുരുക്കി പറഞ്ഞാൽ GOMകൾ എന്നത് ഭരണം എന്ന വലിയൊരു യന്ത്രം സുഗമമായി പ്രവർത്തിക്കാൻ സഹായിക്കുന്ന, എന്നാൽ പുറമേനിന്ന് നോക്കുമ്പോൾ നമ്മളധികം കാണാത്ത ചില നിർണായക ഭാഗങ്ങൾ പോലെയാണ്. അവ മന്ത്രാലയങ്ങളെ ഒരുമിപ്പിച്ച് ഏകോപിതവും ശക്തമായ നയരൂപീകരണത്തിന് വഴിയൊരുക്കുന്നു. ഇനി പലർക്കും എപ്പോഴും ഒരു സംശയം വരുന്നൊരു കാര്യമുണ്ട്. ഈ ഗോഎമ്മും ക്യാബിനറ്റ് കമ്മിറ്റികളും തമ്മിൽ എന്താണ് വ്യത്യാസം? രണ്ടു മന്ത്രിമാരുടെ ഗ്രൂപ്പല്ലേ? പക്ഷെ അങ്ങനെയല്ല. ഇവ തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് അതൊന്ന് വ്യക്തമാക്കാം. ഈ ടേബിളിലേക്കൊന്ന് നോക്കൂ. വ്യത്യാസം വളരെ വ്യക്തമാണ്. ക്യാബിനറ്റ് കമ്മിറ്റികൾ എന്ന് പറയുന്നത് മിക്കവാറും സ്ഥിരം സംവിധാനങ്ങളാണ്, റൂൾസ് ഓഫ് ബിസിനസ് അനുസരിച്ചുണ്ടാക്കിയവ. പക്ഷേ ഗോയംകളോ? അവ തികച്ചും താൽക്കാലികമാണ്, ഒരു പ്രത്യേക ആവശ്യം വരുമ്പോൾ മാത്രമുണ്ടാക്കുന്നവ. പിന്നെ ക്യാബിനറ്റ് കമ്മിറ്റികൾ ഒരു വലിയ പോളിസി ഏരിയ മുഴുവൻ നോക്കുമ്പോൾ ഗോയംകൾ ഒരു സിംഗിൾ ഇഷ്യൂ സ്പെസിഫിക് കാര്യത്തിൽ മാത്രമാണ് ശ്രദ്ധ കൊടുക്കുന്നത്. അതായത് ഒരു പ്രത്യേക പ്രശ്നത്തിൽ മാത്രം. റോളിലും വ്യത്യാസമുണ്ട്. ക്യാബിനറ്റ് കമ്മിറ്റികൾക്ക് പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കാൻ വരെ അധികാരമുണ്ടാവും. എന്നാൽ ഗോയംകളുടെ പ്രധാന പങ്ക് ശുപാർശ നൽകലാണ്. അപ്പോ നമ്മൾ ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാവുകയാണ്. ഇന്നത്തെപ്പോലെ ഒരുപാട് സങ്കീർണമായ വെല്ലുവിളികൾ നേരിടുന്ന ഒരു ലോകത്ത് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നതിന് പകരം ഇങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഭരണരീതിക്ക് എത്രത്തോളം പ്രസക്തിയുണ്ട്? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? Yeah.